ഹായ്, എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവർക്കും രാധൂസ് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഉച്ചയൂണ് തയ്യാറാക്കിയതാണ്. അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചാലോ എന്ന്. ഇപ്പോൾ ചോറിനുള്ള പരിപാടി നടക്കുകയാണ്. ചോറിന് അടുപ്പത്തിട്ടു. അതിനുശേഷം ഇപ്പം സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഉള്ളി ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന. ഉള്ളി, ക്യാരറ്റ്, കോവയ്ക്ക, പിന്നെന്താ നമ്മുടെ തക്കാളി, വെണ്ടയ്ക്ക, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തട്ടിക്കൂട്ടാണ് സാമ്പാറെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ സാമ്പാറിന് അരിയുന്ന രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിൽ ഞാനൊരു 4 കഷ്ണമായിട്ട് മാത്രമേ മുറിക്കുന്നുള്ളൂ. ഒരു ചെറിയ തക്കാളിയാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 കഷ്ണമാക്കി എടുത്താൽ മതി. അതിനുശേഷം ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ബീട്രൂട്ട് തോരൻ എന്ന് പറയുമ്പോൾ ബീട്രൂട്ട് വളരെ ചെറുതായത് കാരണം ഇച്ചിരി ക്യാരറ്റും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റും ബീട്രൂട്ടും മിക്സ് ചെയ്ത് നിങ്ങൾ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കത്തിരിക്ക പൊരിക്കാനായിട്ടൊന്ന് തയ്യാറാക്കി വെക്കാം, മുളകൊക്കെ പുരട്ടി വെക്കാം. അതിനുശേഷമാണ് വേവിക്കൽ ചടങ്ങിലേക്ക് കടക്കുന്നത്. അപ്പോൾ സാമ്പാറിന് വേണ്ട പരിപ്പൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം കോവയ്ക്ക, ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക് ഇത്രയും മാത്രം വേവിക്കാനായിട്ട് വച്ചു. അന്നേരം ഞാൻ വിചാരിച്ചു ഓക്കെ, അടുത്തൊരടുപ്പ് വെറുതെ ഇരിക്കുമല്ലേ, അതിൽ കത്തിരിക്ക പൊരിക്കാമെന്ന് വിചാരിച്ചു. ആ കത്തിരിക്ക പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ വെണ്ടയ്ക്കായും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് സാമ്പാറിലേക്കാണ് ഞാൻ സാമ്പാർ ചെയ്യുന്ന സമയത്ത് ഇത് ആഡ് ചെയ്യാറില്ല. ഇത് പ്രത്യേകിച്ചൊന്ന് വറുത്താ ചേർക്കാറുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം ഇച്ചിരി സാമ്പാർ പൊടി, പിന്നെ ഇച്ചിരി കായം, പിന്നെ ഇച്ചിരി ഉലുവ, ഇത് മിക്സ് ചെയ്തിട്ട് കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങൾ ഇടുമ്പോൾ തന്നെ ഉപ്പൊന്ന് ഇട്ടേക്കണം കേട്ടോ. അതിനുശേഷം സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കടുക് വറുക്കാം. കടുകൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഷടപടേ എന്ന് പറഞ്ഞു പോവാണ്. ഇനി അടുത്തൊരു പാനിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തോരൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടല്ല, തോരൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് ഇച്ചിരി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത്രയായപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചയൂണ് റെഡി. അപ്പോൾ എല്ലാവരും വയ്യോ കഴിക്കാം.